ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. ഈ ലോകത്തുള്ള എല്ലാ ജന്തു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനുള്ള ഒരു വ്യത്യാസം എന്നുള്ളത്, ഒന്നും അറിയാതെയാണ് മനുഷ്യൻ ഈ ഭൂമി ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. മറ്റേത് ജന്തു ജീവജാലങ്ങളെ എടുത്താലും അവർക്കെല്ലാം ജനിക്കുന്ന സമയത്ത് ചില അറിവുകളുണ്ട്. എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കേണ്ടത്, എങ്ങനെയാണ് അത് കുടിക്കേണ്ടത്, അതെങ്ങനെയാണ് ഭക്ഷിക്കേണ്ടത് എന്നിത്യാദി പല വിവരങ്ങളും ഉൾക്കൊണ്ടാണ് ആ ഒരു ജീവികൾ ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ജീവികൾ നാവിലെല്ലാം അല്പം ചില മുള്ളുകളുള്ള ഒരു ജീവി, ആ ജീവിയെപ്പറ്റി ശാസ്ത്രലോകം പറയുന്നതായി കാണാൻ സാധിക്കും. അതൊരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഉടനെ ആ കുഞ്ഞ് അമ്മയിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. ജീവികളുടെ നന്ദി പ്രകടനം, അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് നാവ് കൊണ്ട് അതിനെ നക്കി തുടച്ചുകൊണ്ടാണ്. ആ മുള്ളുള്ള നാവ് കൊണ്ട് സ്വന്തം കുഞ്ഞിനെ അതിനെ പോറലേൽപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. ഇതാര് നൽകി? അത് അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് കേവലം ഒരു ജീവിയിലല്ല, പല ജീവികളിലായിക്കൊണ്ടത് നൽകിയിട്ടുണ്ട്. ഒരു തേനീച്ച ജീവൻ അത് ഭൂമി ലോകത്തേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആ തേനീച്ചക്ക് നൽകിയിട്ടുണ്ട്, ഇന്ന ഭാഗത്താണ് തേനുള്ളത്, ഇന്ന ഭാഗത്താണ് പൂക്കളുള്ളത് എന്നെല്ലാം കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ അത് ജന്തു ജീവജാലങ്ങളിലുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനാണ് ഏറ്റവും അറിവുള്ളവനെന്ന് നമ്മൾ പറയുന്ന ഈ മനുഷ്യർ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചു വീഴുന്ന സന്ദർഭത്തിൽ അവൻ ഒന്നും അറിയില്ല. കേവലം എങ്ങനെയൊന്ന് ഭക്ഷണം അത് ലഭിക്കണമെന്നറിയെങ്കിൽ പോലും അവൻ്റെ വായിലേക്ക് ആ ഒരു അമ്മിൻ്റെ പാൽ നൽകിയാലേ ആ ജീവൻ എന്ന നിലനിൽപ്പിന് അതൊരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ അതിനെല്ലാം ശേഷം ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും ബുദ്ധിയുള്ള ജീവിയായി മനുഷ്യൻ മാറിയിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ ലഭിച്ചതാണ്? അതവൻ കണ്ടും കേട്ടും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടുമെല്ലാം അയാൾ മനസ്സിലാക്കിയതാണ്. അയാൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ഗ്രഹിച്ചെടുത്തതാണ്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനുഷ്യൻ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടുമാണ് മനസ്സിലാക്കുക. അറിവില്ലാത്ത ഒരു കാലത്ത് നിന്ന് ഏറ്റവും അറിവുള്ള ഒരു കാലത്തേക്ക് മനുഷ്യൻ സഞ്ചരിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിന്റെ 78-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് നാം നിങ്ങളെ പുറത്തെടുത്തു. എങ്ങനെയാണ്? ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് അന്ന് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വന്നു. എങ്ങനെയാണ് ആ മാറ്റം? വല്ലാഹു ജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾക്കാൻ, നിങ്ങൾക്ക് കാണാൻ, നിങ്ങൾക്ക് മനസ്സിലിരുന്ന് ചിന്തിക്കാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടും കണ്ടുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യരും വിദ്യാർത്ഥികളാണ്. അവർ ഓരോ കാര്യങ്ങൾ ദിനംതരം ഓരോ ദിനത്തിലും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ഓരോന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ഓരോരുത്തരും വിദ്യാർത്ഥികളാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിവ് കിട്ടണമെങ്കിൽ അയാൾക്കാരെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഏത് കാര്യങ്ങളും പഠനം നമ്മൾ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു തരാൻ ഒരാളുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്നവരായേക്കാം, അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു നൽകുന്നവരായിരിക്കാം. നമ്മൾ വിദ്യാർത്ഥികളാണ് എന്നതിൻ്റെ കൂടെ തന്നെ അധ്യാപകരും കൂടിയാണ്. നമ്മൾ കൃത്യമായ ആ ഒരു ബോധം നമുക്കുണ്ടാകണമെന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട്,
അന്ന് ഞാൻ ആ പഠിക്കുന്ന കാലത്തൊന്ന് നന്നായി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഈ അവസ്ഥ എനിക്കൊന്ന് വരില്ലായിരുന്നല്ലോ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പറയും, അന്ന് എന്നെ പഠിപ്പിച്ച ആ ഉസ്താദ് അദ്ദേഹം ഒന്ന് എന്നെ നന്നായി ഒന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് കൃത്യമായി ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, അതൊരു കൃത്യമായ ബോധമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായൊരു ശ്രദ്ധ വേണം. പഠിക്കുമ്പോൾ എത്ര ശ്രദ്ധയുണ്ടോ അതുപോലെ ശ്രദ്ധ വേണം, പഠിപ്പിക്കുമ്പോഴും ശ്രദ്ധ വേണം. പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തെറ്റ് പറ്റിയാൽ അത് അയാളിൽ ഒതുങ്ങും. പക്ഷേ പഠിപ്പിക്കുന്നിടത്തുള്ള ഒരു തെറ്റ് അത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു സമൂഹമാണ് വഴിവെച്ചു പോകുന്നത്. ആ സമൂഹത്തിൽ മുഴുവനായിക്കൊണ്ട് ആ തെറ്റ് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇന്ന് ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള, ഏറ്റവും നല്ലൊരു സംസ്കാരമുള്ള ആളുകളായിക്കൊണ്ട് നമ്മൾ മാറാനുള്ള ഒരു കാരണം എന്താണ്? നമുക്ക് ഏറ്റവും നല്ലൊരു അധ്യാപകൻ ഉണ്ടായിരുന്നു എന്നാണ്. ആരാണ് അധ്യാപകൻ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി, ഏറ്റവും നല്ല സംസ്കാരത്തോടു കൂടി നമ്മെ പഠിപ്പിച്ചു. ഒരു തെറ്റുമില്ലാതെ, ഒരു വക്രതയില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഏറ്റവും നല്ലൊരു സ്വഭാവമുള്ള ആളുകളായിക്കൊണ്ട് മാറിയത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ നല്ലൊരു ജാഗ്രത വേണം. ഇത് ഞാൻ പറയുന്ന സന്ദർഭത്തിൽ പല ആളുകൾ ചിന്തിക്കുന്നത്, പാരയിൽ പഠിപ്പിക്കുന്ന ആളുകൾ ഇതൊക്കെ അധ്യാപകരല്ലേ, അവരോട് പറയേണ്ട വിഷയത്തിലല്ലേ എന്നാണ്. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അധ്യാപകരാണ്. എല്ലാവരും അധ്യാപകരാണ്. നമുക്ക് മക്കളുണ്ടോ? നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മൾ അധ്യാപകരാണ്. ആ മക്കളുടെ ഏറ്റവും വലിയ അധ്യാപകർ നമ്മളാണ്. നമ്മൾ ഈ നാട്ടിലുള്ള ഏറ്റവും നല്ല ആളുകളാണോ? ഈ പള്ളിയിലേക്ക് കൃത്യമായി വരികയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണോ? എങ്കിൽ നമ്മൾ അധ്യാപകരാണ്. ഈ നാട്ടുകാരുടെ അധ്യാപകരാണ്. നമ്മെ പല ആളുകളും വീക്ഷിക്കുന്നുണ്ട്. പല ആളുകളും നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ എന്താണ് പറയുന്നത് നോക്കുന്നുണ്ട്. നമ്മൾ ഈ താടിയൊക്കെ വളർത്തി നല്ല രൂപത്തിലെല്ലാം ഇസ്ലാമികമായി മര്യാദ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ പലരുടെയും അധ്യാപകരാണ്. നമ്മെ പല ആളുകളും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അഭിപ്രായത്തിനായി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല ആളുകളും നമ്മളിത് ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട്, ആര് ചെയ്താലും നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ കാരണം നമ്മൾ അവരുടെ ഒരു അധ്യാപകരായിരുന്നു എന്നാണ്. സമൂഹത്തിൽ ഇതൊരു കേവലം അധ്യാപകർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ ആളുകൾക്കും വേണ്ടി പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾക്കതൊരു ബോധം വേണം. നമ്മളെല്ലാവരുടെയും ഒരു അധ്യാപകരാണ് എന്നുള്ളൊരു ബോധം വേണം. പ്രത്യേകിച്ച് മക്കളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു ബോധം വേണം. ആരാണ് മക്കൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ചെരുപ്പ് ഇങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? മാതാപിതാക്കളല്ലേ. മാതാപിതാക്കളാണ് അതെല്ലാം പഠിപ്പിച്ചതെങ്കിൽ ആ മാതാപിതാക്കൾ തന്നെ എത്രത്തോളം ഗൗരവത്തോടു കൂടി എൻ്റെ മകനൊരു തെറ്റ് പഠിക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കളവ് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. വീട്ടിലൊരു കളവ് പറയാതിരിക്കാൻ ഒരു ബോധമുണ്ടായിട്ടുണ്ടെങ്കിൽ, അതാണ് സഹോദരങ്ങളെ, ആ മക്കൾ ഒരിക്കലും എന്നിൽ നിന്ന് തെറ്റ് പഠിക്കരുത് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. കാരണം അവർ സ്കൂളിൽ എങ്ങനെയാണോ ഒരു അധ്യാപകനിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ വീട്ടിൽ നമ്മളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നുണ്ട്. ഓരോ മക്കളും നമ്മളിൽ നിന്നത് സ്വീകരിക്കുന്നുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, കൃത്യമായി കൊണ്ട് ആ മാതാപിതാക്കൾക്ക് ആ ബോധ്യം ഉണ്ടാകണമെന്നാണ്. പലപ്പോഴും പല ആളുകളും ആ ഒരു ഗൗരവം കാണാറില്ല എന്നാണ്. ഒരു സുഹൃത്ത്, ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, കുട്ടിയോട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കാണരുത് കേട്ടോ, ഇതൊന്നും കേൾക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടും അവസാനം ആ കുട്ടി പറഞ്ഞത്, ഇതൊക്കെ കാണുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? ഞങ്ങൾ ഇതൊക്കെ കുടുംബപരമായി ഒന്നിച്ചിരുന്നാണ് ഇത് കാണുന്നത് എന്നാണ്. ഇവിടൊക്കെ ഇതൊക്കെ തെറ്റാണ്, തിന്മയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആ കുട്ടിയുടെ മനസ്സിലേക്ക് അത് ഇറങ്ങുന്നില്ല. കുട്ടി പറയുന്നത് ഞങ്ങളിത് കുടുംബപരമായിട്ടിരുന്ന് കാണാണ്, ഫാമിലി ആയിട്ടാണ് ഇരുന്ന് കാണുന്നതെന്നാണ്. ആ കുട്ടി പറഞ്ഞത് എന്താ അറിയോ? എന്നെ ഇത് കാണാൻ പ്രേരിപ്പിച്ചത് എൻ്റെ പിതാവാണെന്ന്. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണുന്ന പഠിപ്പിച്ചത്. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷിന്റെ സിനിമ കണ്ടോ, അതിൽ നിന്ന് നല്ല ഇംഗ്ലീഷ് കിട്ടും. ഹറാമ് ചെയ്തുകൊണ്ട് എന്താണ് നന്മ കിട്ടേണ്ടത് സഹോദരങ്ങളെ? ഒരധ്യാപകൻ തെറ്റാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പിന്നീട് എന്ത് നന്മയാണ് പ്രതീക്ഷിക്കേണ്ടത്? കിട്ടൂല സഹോദരങ്ങളെ. എന്ത് തിന്മയാണോ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് അവിടെ മുറിഞ്ഞു പോയി പിന്നെ ഒന്നും കിട്ടൂല. പിന്നെ ആ മക്കൾ അതിനേക്കാൾ നല്ലൊരു കാര്യം നമ്മൾ അതിൽ നിന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിച്ചാൽ അതൊരു വിഡ്ഢിത്താണ്. നമ്മൾ നല്ലത് പഠിപ്പിച്ചാലേ ആ മക്കൾ നമ്മിൽ നിന്ന് നല്ലത് കാര്യങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ TTCക്കും BEdനും പോയിട്ടില്ല. അവരൊക്കെ പോകുന്ന ആളുകൾ എന്താ വെച്ചാൽ
കൃത്യമായി കൊണ്ട് ഈ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടാണ് വരിക. അവർക്ക് എങ്ങനെ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയും. എല്ലാ സൈക്കോളജി പഠിച്ചിട്ടാണ് സ്കൂളിൽ ഉണ്ടാകുക. എന്നാൽ 2 മാസം ഇപ്പോൾ സ്കൂൾ അടക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു മാസത്തോളം കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ DDCകളൊന്നും പഠിക്കാത്തതുകൊണ്ട് എങ്ങനെ ഇപ്പോൾ കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അതിലൊരു അശ്രദ്ധയും ഒരു പോരായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഇനിയൊരു അവധിക്കാലം വരുമ്പോൾ എൻ്റെ മക്കൾ എങ്ങനെയാകണം എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. ഇല്ല എങ്കിൽ ആ കുട്ടികളുടെ ഓരോ പോരായ്മയും നമ്മളിൽ നിന്നുള്ള വീഴ്ചയായിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ 2 മാസം, ഈ കഴിഞ്ഞ 10 മാസത്തോളം സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നുമായിക്കൊണ്ട് അധ്യാപകരിൽ നിന്നും നിർദ്ദേശവും ഒരു പ്രത്യേകമായ ഒരു ഗൈഡൻസും അവർക്ക് ഉണ്ടായിരുന്നു. ഇനിയുള്ളത് ഏറ്റവും കൂടുതൽ അത് മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടേണ്ടത്. ആ മാതാപിതാക്കൾ കൃത്യമായ ഒരു ബോധവും അറിവും ഇല്ല എങ്കിൽ ആ മക്കളെ വളർത്തുന്നിടത്ത് നമുക്കൊരു പോരായ്മയുണ്ടാകും. അത് ആ മക്കളിൽ നിഴലിച്ച് കാണും, ജീവിതകാലം മുഴുക്കെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ആ ഒരു 2 മാസം കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാകണം. ഞാനൊരു അധ്യാപകനാണ്, എൻ്റെ മക്കൾ എന്നിൽ നിന്ന് കൃത്യമായി സദാസമയം ഉണ്ടാകുമ്പോൾ അവൻ എന്നിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അത് കേട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന അതുപോലെ അവൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്ന അതുപോലെ അവൻ പറയുന്നുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ കൂട്ടുകാരോട് ഇടപഴകുന്നത് എന്നെ കണ്ടാണ് എന്നുള്ളൊരു ബോധം വേണം. അധ്യാപകനാണ് ഞാൻ എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണമെന്നാണ്. അതിന് പണ്ഡിതന്മാർ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന രീതിയിലൊക്കെ പെരുമാറിയാൽ ആ മക്കളിൽ ഒരു നല്ല മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ചില കാര്യങ്ങൾ, ഒന്നാമത്തെ എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. പറയുന്ന കാര്യങ്ങൾ നമ്മൾ മക്കൾ എത്രയോ ഉപദേശിക്കുന്നുണ്ടല്ലോ, മക്കളോടാകട്ടെ നാട്ടിലുള്ള ആളുകളോടാകട്ടെ എത്രയോ കാര്യങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. ഇത് നമ്മളിൽ ഒരു പരമാവധി ഉണ്ടാകാൻ ഒരു ശ്രദ്ധ ഉണ്ടാകും. ഒരു കുട്ടിനോട് പറയാണ്, നിങ്ങൾ രാവിലെ 10 മണിക്ക് നിങ്ങൾ ആ സമയത്ത് അവിടെ എത്തണം എന്ന കുട്ടിനോട് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ നന്നായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് നേരത്തെ ഇറങ്ങിക്കൂടെ, ഒന്ന് പുറപ്പെട്ടൂടെ എന്ന കുട്ടിയോട് ഇങ്ങനെ ശകാരിക്കുക. എന്നിട്ട് ഉപ്പാക്ക് 10 മണിക്ക് പോകാനുള്ള സമയത്ത് വാപ്പപ്പോഴും ആ 10 മണിക്ക് സ്ഥിരിട്ട് ഇങ്ങനെ ഇരിക്കാൻ. എന്ത് കാര്യം കുട്ടി മനസ്സിലാക്കുക, ആ വാപ്പക്ക് ഇത്ര കൊള്ളൂ എങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു അവസ്ഥയിലായാൽ എന്താണ് പ്രശ്നമെന്ന് ആ ഒരു മകൻ തെറ്റിദ്ധരിക്കും. നമ്മളിൽ നിന്ന് കൃത്യമായി കാര്യങ്ങൾ കണ്ടുപഠിച്ചിട്ടില്ല എങ്കിൽ അവരത് കൃത്യമായി അതിന് വൈരുദ്ധ്യമായി കൊണ്ടാണ് അതിനെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ ഒരു കാര്യം നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ എന്തിനാണ് ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? അവരോടൊരു കാര്യം പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. എന്തിനാണ് അത് പറയുന്നത്? അതിനുശേഷം പറഞ്ഞ വാക്കെന്താ? കബൂറ മഖ്തൻ ഇൻദല്ലാഹ്. അല്ലാഹുവിൽ ഏറ്റവും ക്രോധമായ വാക്കാണ്. അല്ലാഹുവിൽ അത്രയും മോശപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്നാണ് നമ്മളൊന്ന് പറയാ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇല്ല, മക്കളോട് ഇങ്ങനെ ഉപദേശിക്കും. എങ്ങനെയാ കുട്ടിയെ നന്നാവുക? നമ്മൾ എങ്ങനെയാണ് ആ കുട്ടിയെ നന്നാക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ്. പരലോകത്തുണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് അറിയില്ല. പരലോകത്തുണ്ടാകുന്ന ശിക്ഷ എന്താണ്? ആ ഒരു കത്രിക കൊണ്ട് ചുണ്ടുകൾ മുറിക്കുന്ന, നരകത്തിൽ നിന്നുള്ള തീയിനാലുള്ള ആ കത്രികകൾ കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിക്കപ്പെടും. മറ്റു ചില ശിക്ഷകൾ കാണാം, അവരുടെ വൻകുടലുകൾ, ആ കുടലുകളെല്ലാം പുറത്ത് ഇട്ടുകൊണ്ട് അതിന് ചുറ്റിങ്ങനെ അവർ ആടുന്ന, അതിന്റെ ചുറ്റുമായിക്കൊണ്ട് അവരിങ്ങനെ വട്ടം ചുറ്റുമെന്നാണ്. ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷകളാണ്. അതുകൊണ്ട് മക്കളോട് പെരുമാറുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കണം എന്നാണ്. മാത്രമല്ല, ചില സന്ദർഭങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പ്രായോഗിക തലം നമ്മൾ എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. പറയുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അവർ സ്വീകരിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിനോട് പറഞ്ഞു, കുട്ടിയെ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും. എങ്ങനെയാ പറഞ്ഞത്? ഇടത്തെ കൈമ പിടിച്ചു. ഇവിടെ പറഞ്ഞു, നീ തിന്നോ പറഞ്ഞു. അപ്പൊ എന്തുണ്ടായി? വലത്തെ കൈമ ഇടത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഭക്ഷിച്ചോ. അപ്പൊ വലത്തെ കൈ കൊണ്ടേ ഭക്ഷിക്കൊള്ളു. അതാണ് പറഞ്ഞത്. പ്രായോഗികമായി മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനാണ്. എങ്ങനെ യാത്രയിലുള്ള മര്യാദകൾ പഠിപ്പിക്കും? യാത്ര പുറപ്പെടുമ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. വാപ്പ ഇങ്ങനെ കാറി കയറുമ്പോൾ ചോദിക്കും, ആരൊക്കെ പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥന ഇങ്ങനെ വാപ്പ ചൊല്ലി കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഉമ്മ ചൊല്ലി കൊടുക്കുക. ഓരോന്ന് കയറ്റങ്ങനെ കയറുമ്പോൾ ഇന്ന പ്രാർത്ഥന ഉണ്ട് കേട്ടോ, ആരൊക്കെ അല്ലാഹു അക്ബർ ചൊല്ലി ഒന്ന് കൈയൊക്കി. അപ്പൊ കുട്ടികൾ അത് പഠിക്കും, ഓരോന്ന് പഠിക്കും. ഇറക്കിറങ്ങുമ്പോൾ ആ പ്രാർത്ഥന സുബ്ഹാനല്ലാഹ് ചൊല്ലണം, ചൊല്ലിയോ ചോദിക്കുക. മക്കളോട് ഓരോ പ്രായോഗിക തലത്തിലും കൃത്യമായി പഠിപ്പിക്കുക. ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് പഠിപ്പിക്കുക. മരണ വീട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓടിക്കളിക്കും കുട്ടികളൊക്കെ. അപ്പൊ മാതാപിതാക്കളെ പഠിപ്പിക്കേണ്ടത്, മാതാപിതാക്കൾ പറയണം, ആ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇതൊരു മരണ വീടാണ്,
മരിച്ചുപോയ വീട്ടിൽ പോയിട്ട് ഓടിക്കളിക്കാൻ പറ്റുമോ? കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുക, ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ ഒരു പ്രായോഗിക തലം സൃഷ്ടിക്കാനാണ്. സന്തോഷവേളയിൽ ഒരാളൊരു സമ്മാനം തന്നാൽ കുട്ടി ജസാഖെന്ന് പറഞ്ഞോ, ആ കാക്കുന് ജസാഖെന്ന് പറയും എന്ന് പറഞ്ഞിട്ട് കൃത്യമായി കൊണ്ട് ആ നിർദ്ദേശങ്ങൾ നൽകിയാൽ ഒരു കുട്ടിയും നമ്മൾ നഷ്ടപ്പെടൂല എന്നാണ്. കൃത്യമായി കൊണ്ട് ആ പ്രായോഗിക തലം നമ്മൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഏറ്റവും ആ കുട്ടിയിൽ ഒരു മാറ്റമുണ്ടാകാൻ, ഒരു നല്ല അധ്യാപകനായി നമുക്ക് മാറാൻ സാധിക്കുമെന്നാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഒന്ന് സ്നേഹത്തോടൊക്കെ ഒന്ന് പെരുമാറും. മക്കളോട് നല്ല സ്നേഹത്തിൽ പെരുമാറിയിട്ടില്ല എങ്കിൽ ആ മക്കൾ ഏതൊരു സമയത്തും നമ്മളിൽ നിന്ന് തെറ്റിപ്പോകും. ആട്ടി അകറ്റലല്ല, പൊയ്ക്കോ ഇവിടെ കണ്ട വേം പൊയ്ക്കോ. ചില ആൾക്കാരൊക്കെ സ്കൂൾ കൂട്ടിയ സമയത്ത് ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ പറയും ഏതെങ്കിലും ഒരു ക്ലാസ് ഉണ്ടോ കുട്ടിനൊന്ന് കൊണ്ടാക്കട്ടെ എന്ന് പറയാം. ആ കുട്ടി ഇങ്ങനെ അടുത്തിരുന്ന് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാക്കുമ്പോൾ വല്ലാത്ത ഇറങ്ങിയാറാണ് എപ്പോഴൊക്കെ സ്കൂൾ ഇറക്കാന്ന് പല ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല സഹോദരങ്ങളെ, ആ മക്കളെ നമുക്ക് അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്നേഹത്തോടൊന്ന് പെരുമാറാനും തലയിലൊന്ന് തലോടിക്കൊണ്ട് ഉപദേശങ്ങൾ നൽകാനുമുള്ള മാസങ്ങളാണ് ഈ സമയത്ത്. അങ്ങനെയാണ് വേണ്ടത്. മക്കൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും സഹോദരങ്ങളെ. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നന്നായി സൂക്ഷിക്കേണ്ട സമയമാണ്. ഏറ്റവും നന്നായി കൊണ്ട് അവരെ പഠിപ്പിക്കണം, സ്നേഹം പഠിപ്പിക്കണം. നിങ്ങളിൽ നിന്ന് ആ സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ പ്രണയ കുരുക്കുകളിൽ അവരെത്തിപ്പെടുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് അവൻ പറഞ്ഞത് അവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഒരു പ്രണയത്തിൽ പെട്ടു. അവരെ പറഞ്ഞ് എല്ലാം ബോധവൽക്കരിച്ച് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് നീ ഈ ഒരു പ്രായത്തിൽ നിന്റെ സമപ്രായക്കാരനായ അയാളുമായി പ്രണയത്തിൽ ഏർപ്പെട്ട ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ നിന്റെ ജീവിതം എങ്ങനെയായിരിക്കും, എല്ലാം പറഞ്ഞു കൃത്യമായി ബോധ്യപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ, ആ പെൺകുട്ടി വീണ്ടും മറ്റൊരാളുമായി കൊണ്ട് ഒരു ചെക്കനുമായി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രണയത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്താ സഹോദരങ്ങളെ വീട്ടിലുള്ള അവസ്ഥ എന്താ? വാപ്പൊരു ദേശക്കാരനാണ്, വാപ്പദേശത്തിലല്ലാതെ സംസാരിക്കൂല. സ്നേഹമില്ല, വീട്ടിലൊന്നും സംസാരിക്കാൻ, തുറന്നൊന്നും സംസാരിക്കാൻ കുട്ടിക്ക് അവസരമില്ല. ആ കുട്ടി സ്നേഹം എവിടെ നിന്ന് കിട്ടുമോ അവിടേക്ക് പോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹം നമ്മുടെ ആളുകൾ, നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല സ്നേഹം ലഭിക്കുന്ന ഒരു വീടായിക്കൊണ്ട് നമ്മുടെ വീട് മാറണം. മക്കളോടൊപ്പം ഒന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക. ആ വീട്ടിൽ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിക്കുക, എന്താണ് മോളെ നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സ്കൂളിൽ എന്തൊക്കെയാണ് അവസ്ഥ, നമുക്കൊന്ന് ടൂറൊക്കെ ഒന്ന് പോണ്ടേ, ഒന്ന് മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവർക്ക് നൽകിയാൽ അവർ എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി കൊണ്ട് ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറാൻ നമുക്ക് സാധിക്കണം. പള്ളിയിലൊക്കെ മൂത്രയിക്കാരൻ എന്താണ് അവസ്ഥ? പള്ളിയിൽ ഒരാൾ മൂത്രയിച്ച എങ്ങനെ അയാളോട് പെരുമാറുക? ഏറ്റവും ഒരു അറിവില്ലാത്ത വ്യക്തി വന്നിട്ടാണ് അയാൾ പള്ളിയിൽ വന്ന് മൂത്രയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അയാളോട് പറഞ്ഞത്? സ്വഹാബികൾ എന്തേ പറഞ്ഞു അതേ റസൂലും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു രീതി മാറി. അവർ ഏറ്റവും ശകാരിച്ച് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മാന്യമായി കൊണ്ട് സ്നേഹത്തോടെ ആളോട് പറഞ്ഞു അയാൾ ഫുള്ളാക്കട്ടെ, അയാൾ മൂത്രം വഹിക്കുന്നത് പൂർത്തിയാക്കട്ടെ. എന്നിട്ട് അദ്ദേഹത്തെ ശകാരിക്കാതെ ആ ശകാരിച്ച ആളുകളോട് പറഞ്ഞു അതൊന്ന് വൃത്തിയാക്കട്ടോ എന്ന് അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചു. എന്താ അദ്ദേഹം ചെയ്തത്? മറ്റുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കാതിരിക്കട്ടെ, റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതാണ് സ്നേഹം എവിടെയുണ്ടോ ആളുകൾ നമ്മിലേക്ക് അടുക്കും. ഏറ്റവും നല്ലൊരു അധ്യാപകനായി മാറാൻ നമുക്ക് സാധിക്കുമെന്നാണ്. മാത്രമല്ല, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊരു ക്ഷമയില്ല എങ്കിൽ ഏതൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അത് പഠിക്കാനാണെങ്കിലും പഠിപ്പിക്കാനാണെങ്കിലും അതിലൊന്നും ക്ഷമയില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പ്രകോപിച്ച് എന്തൊക്കെയോ വാക്കുകൾ പറയുന്നു. കളികളാണ്. കൈവിട്ടുകൊണ്ട് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യാൻ, അടിക്കുന്നു, തൊഴിക്കുന്നു. അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ആളുകൾ നമ്മെ അകറ്റുകയാണ് ചെയ്യുക. ഒരു ബോധത്തോടു കൂടി ചെയ്യണം. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? എൻ്റെ ഉപ്പയാണിത്, എൻ്റെ ഉമ്മയാണിത്, എൻ്റെ ഉസ്താദാണിത് എന്നൊരു ബോധ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ആ ഒരു ക്ഷമ നമ്മെ സഹായിക്കുന്നതാണ്. ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ആ ആളുകൾ നമ്മിൽ നിന്ന് അകന്നു പോകാനാണ് ഏതൊരു കാലത്തും അത് കാരണമാവുക എന്നാണ്. പിന്നെ ചില ആൾക്കാരൊക്കെ എന്താ വെച്ചാല് മക്കളെ ഉപദേശിക്കുക, നാട്ടുകാരെ ഉപദേശിക്കുക എങ്ങനെ അറിയും? എല്ലാ ഉപദേശങ്ങളും ഒരു പാക്കേജ് ആയിട്ടാണ് കൊടുക്കുക. എല്ലാതും എന്ത് ചെയ്യും? ഒരു 10 ഉപദേശങ്ങൾക്ക് എല്ലാം ഒന്നിച്ചാണ് കൊടുക്കും. അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാല് ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായിരുന്നതാണ്. അതൊരു കുറച്ച് കാലതാമസം എടുത്തിട്ടല്ല. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ എങ്ങനെ ഇറങ്ങിയത്? വിശുദ്ധ ഖുർആൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ 23 വർഷത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു കിതാബ് ഇറക്കി കൊടുത്താൽ പോരെ? എല്ലാ കാര്യങ്ങളും ഒരു കാലത്തിൽ അത് കിട്ടിയിട്ട് അതിങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ പഠിപ്പിച്ചാൽ പോരെ? അല്ലല്ല സഹോദരങ്ങളെ, 23 വർഷം എടുത്തുകൊണ്ട് കാലതാമസമായിക്കൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അവരിലേക്ക് ഇറക്കപ്പെട്ടതെന്നാണ്. എങ്ങനെ മദ്യം നിരോധിക്കപ്പെട്ടത്?
മദ്യം ഒറ്റടിക്ക് നാളെ മുതൽ കുടിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. കാലതാമസമുണ്ട്. നിങ്ങൾ നിസ്കരിക്കണ സമയത്തിന് കുടിക്കരുത് കേട്ടോ. അതാണ് ആദ്യത്തെ ഖുർആന്റെ കൽപ്പന. മദ്യം നിസ്കരിക്കുമ്പോൾ കുടിക്കരുത്. പിന്നെ അങ്ങനെ പതുക്കെ പതുക്കെ അത് നിരോധിച്ച് അവസാനം ഫഹല്ലൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്നൊരു സ്നേഹത്തിൽ ചാലിച്ച ഒരു കൽപ്പനയായിരുന്നു. അത് മതിയായിരുന്നു അവർക്ക്. അതാണ് ഒരു ഘട്ടം ഘട്ടമായി. അത് തിന്മ ചെയ്യണം എന്നല്ല, തിന്മ ഇങ്ങനെ ചെയ്യുന്നത് തുറത്തിക്കൊണ്ടുപോകണം എന്നല്ല. ചില തിന്മകൾക്ക് അങ്ങനെ വേണ്ടി വരും, ഒരു കാലതാമസം വേണ്ടി വരും. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾ സ്വാഭാവികമായിട്ടും നല്ല വെയിലൊക്കെ ആകുമ്പോൾ ഗെയിമേ കാരണം വീട്ടിൽ ഫുള്ള് ആദ്യം തന്നെ പോയിട്ട് ഗെയിം കളിക്കരുത് നല്ല പറയേണ്ടത്. കുട്ടിനോട് പറയണം, മോനെ 2 മണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറും കൂടി കളിച്ചാൽ അവിടെ അവസാനിപ്പിക്കണം കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ആ പുസ്തകം എടുത്ത് വായിച്ചോ, അല്ലെങ്കിൽ പുറത്തു പോയി കളിച്ചോ. ഒരു ഉപദേശം ഏറ്റവും ഒരു കാലതാമസത്തോടു കൂടി ആ മക്കളോട് പെരുമാറിയാൽ ആ മക്കൾ ഏറ്റവും നന്നായി കൊണ്ട് അതിനെ പ്രതികരിക്കുന്ന, നേരെ മറിച്ചൊന്ന് പ്രതികരിച്ചു നോക്കി എന്തുണ്ടാവുക? ആ വേടിച്ചാൽ അതിന് പ്രതികാരമായി കൊണ്ടായിരിക്കും പിന്നീട് ആ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുക. പിന്നെ ചിലപ്പോൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കും. എന്തേ? അവന് ദേഷ്യമുള്ള കാര്യമാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ഒരു കാലതാമസത്തോടു കൂടി നമ്മളൊരു ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ടായിരിക്കണം ആ മക്കളോട് പെരുമാറേണ്ടതാണ്. ഇല്ല എങ്കിൽ ഈ ഒരു കാലതാമസം എത്രയാണോ മക്കളിലേക്ക് അടുക്കേണ്ട സമയം, ആ ഒരു കാലതാമസം കഴിയുമ്പോഴേക്ക് മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ കോവിഡിന്റെ സമയത്തൊക്കെ ചില വിചിത്രമായ ചില റിപ്പോർട്ടുകൾ ഉണ്ടായി. അന്നായിരുന്നു ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിന്റെ ഇതുണ്ടായിരുന്നതാണ്. ഏറ്റവും ആളുകൾ ഡൈവേഴ്സ് ആയത് കോവിഡിന്റെ സമയത്താണ്. അവർ ഏറ്റവും കൂടുതൽ സമയം ഭാര്യയും ഭർത്താവും അടുത്തുണ്ടായിരുന്നാണ്. ഒരു സമാധാനം ഉണ്ടായില്ല. കൃത്യമായി കൊണ്ട് ആ ഭാര്യയും ഭർത്താവ് എങ്ങനെ ചെലവഴിക്കണമെന്ന് ബോധ്യമുണ്ടായില്ല എന്നാണ്. ആ ബോധ്യമാണ് ഇപ്പോൾ തന്നെ വേണ്ടത്. ഇനി മക്കളെല്ലാം വീട്ടിലിരിക്കുമ്പോൾ ആ മക്കൾക്ക് കൃത്യമായി കൊണ്ട് എങ്ങനെ ഒരു പിതാവ് എന്ന നിലയ്ക്ക്, ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ മക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞു നൽകണം എന്നൊരു ബോധ്യം ഈ സമയത്ത് ഉണ്ടാകണം എന്നാണ്. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആ മക്കളിലേക്ക് പ്രയോഗവൽക്കരിക്കാനും അവരേറ്റവും നല്ലൊരു മക്കളായി നല്ലൊരു മക്കളായിക്കൊണ്ട് വളർത്തിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. പലപ്പോഴും മക്കളെ വളർത്തുന്ന സന്ദർഭത്തിൽ ദേഷ്യം വരുന്ന സന്ദർഭങ്ങളുണ്ടാവും. ക്ഷമ കെട്ടുകൊണ്ട് ആ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ചില സംഭവങ്ങളുണ്ടാവും. എങ്ങനെയെങ്കിലും നീ ഒന്ന് തൊലഞ്ഞു പോകട്ടെ, നീ ഒന്നും നന്നാവില്ലടാ, ഒരിക്കലും നന്നാവില്ലടാ എന്നുള്ള നെഗറ്റീവായിക്കൊണ്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ആ മക്കളുടെ ജീവിതത്തിൽ ഒരു വേള എത്രയോ വലിയ അബദ്ധങ്ങൾ, ഏറ്റവും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. നമുക്കറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് സമഖ്ശരി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ. ഖുർആനൊക്കെ തഫ്സീർ എഴുതിയ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടാനുള്ള സംഭവമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ചരിത്രമുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെടാനുള്ള കാരണം? അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പകാലത്ത് ഒരു കുരുവിനെ പിടിച്ചുകൊണ്ട് ഒരു കയറിലൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് ആ കയറ് ആ കുരുവിയുടെ കാലിലൊന്ന് കെട്ടി, ഒന്ന് അമർത്തി കെട്ടിയ സന്ദർഭത്തിൽ കാല് മുറിഞ്ഞു പോയി എന്നാണ്. അത് കണ്ട ഉമ്മ പറഞ്ഞു, നിന്റെ കാലും അല്ലാഹു മുറിക്കട്ടെ എന്നാണ് പറഞ്ഞു. നിന്റെ കാലും ആ ദേശത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു, ആ കാല് മുറിക്കേണ്ടി വന്നു എന്നാണ്. ഇതാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. മാതാപിതാക്കൾ ആ ദേശത്തിലൊന്ന് പ്രാർത്ഥിച്ചാൽ ആ മക്കൾക്ക് നഷ്ടപ്പെടാനുള്ളത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഏത് പ്രയാസം ഉണ്ടെങ്കിലും ഉടനെ പോയിക്കൊണ്ട് അവരെ അടിക്കുന്ന സ്വഭാവമല്ല വേണ്ടത്. ഒരു കാലതാമസം, നമ്മളൊന്ന് ക്ഷമിച്ചാൽ, ഒന്നിന് അഡ്ജസ്റ്റ്മെന്റ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയട്ടെ, ആ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ, എന്നിട്ട് അവനെ ഉപദേശിക്കാൻ ഒന്ന് തീരുമാനിച്ചാൽ മതി. ആ സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് മോശപ്പെട്ട പ്രാർത്ഥനകളോ അത്തരത്തിലുള്ള വാക്കുകളോ വരാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അവസാനമായിക്കൊണ്ടാണ് അവർക്ക് ഏറ്റവും നല്ല പ്രോത്സാഹനങ്ങൾ നൽകണമെന്നാണ്. അവരെടുത്തുകൊണ്ട് ഇങ്ങനെ പറയണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, മോൻ നല്ല കുട്ടിയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, നിങ്ങൾക്ക് ഇന്ന കാര്യം ഞാൻ ചെയ്തു തരാം, നീ നാളെ മോൻ പറയുന്ന ഭക്ഷണമാണ് നാളെ ഉണ്ടാക്കുക, മോൻ പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോവുക എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ്റെ നല്ല ഗുണങ്ങളെല്ലാം എടുത്തു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കണം എന്നാണ്. ഇത് ആരുടെ സ്വഭാവം? ഇത് നബിന്റെ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് കാണാം, അർഅഫു ഉമ്മത്തി ബി ഉമ്മത്തി അബൂബക്കർ എന്നാണ്. എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല കാരുണ്യമുള്ള ലോലതയുള്ള വ്യക്തി ആരാണ്? അത് അബൂബക്കറാണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, ദീനിന്റെ കാര്യത്തിൽ കണിശതയുള്ള വ്യക്തി ആരാണത്? ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, വഅസ്ദഖഹും ഹയാഅൻ ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ലജ്ജാശീലൻ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. വഅഖദാഉഹും അലിയുൻ, നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും നന്നായി വിധി പറയാൻ
സാധിക്കുന്ന ഒരാൾ അത് അലി റളിയല്ലാഹു അൻഹു ആണ്. വഅഫ്റദുഹും സെയ്ദ് ഇബ്നു സാബിത്ത്. അനന്തരാവകാശ വിഷയത്തിൽ ഏറ്റവും നന്നായി അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. വഅഖറഹും ഉബയ്യ് റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല വഅലഹുൽ ബിൽ ഹലാൽ വൽ ഹറാം മുആദ് ബിൻ ജബൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ഹലാലിനെയും ഹറാമിനെയും കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുന്നത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനാണ്. അലാ വ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ അമീന. എല്ലാ ഉമ്മത്തികളിലും ഒരു വിശ്വസ്തനുണ്ടാകും. വ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്തുൽ ജറാഹ്. എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും നല്ല വിശ്വസ്തൻ അത് അബൂ ഉബൈദത്തുൽ ജറാഹാണ്. കണ്ടോ, പ്രോത്സാഹനം. ഓരോ ആളുകളുടെയും ജീവിതത്തിൽ ഓരോ നല്ല മുഴച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള അവരുടെ പ്രത്യേക സ്വഭാവം ഉണ്ടാകും. അതെടുത്ത് പറയാം. എൻ്റെ മോള് കണ്ടോ, ഏറ്റവും നന്നായിക്കൊണ്ട് ഇന്ന് നല്ല പടം വരയ്ക്കുന്ന കുട്ടിയാണ്, ഏറ്റവും നന്നായിക്കൊണ്ട് പഠിക്കുന്ന കുട്ടിയാണ്. പ്രോത്സാഹിപ്പിക്കുക. നല്ല പ്രോത്സാഹനം നൽകിയാൽ ഏതൊരു കുട്ടിയും നല്ല വളർച്ച അവരിൽ ഉണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടക്കിടക്കായിക്കൊണ്ട് ചില ഒരു ഇരിക്കുന്ന സദസ്സിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എന്നാണ്. എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ആ പറയുന്ന ആളുകൾ ഉത്തരം പറയട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കും. ഉത്തരം പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥനകളാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇടക്കെല്ലാം ഇതിനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ഏറ്റവും നല്ല മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം എന്നാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരൊരിക്കലും അവരോട് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് അനീതി ഉണ്ടാകരുത്. 5 മക്കളുണ്ടെങ്കിൽ 5 മക്കളോടും ഒരേപോലെ ആയിരിക്കണം. ഒരാൾക്ക് മാത്രം സമ്മാനം കൊടുക്കുക, ബാക്കിയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക പാടില്ല. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് അനീതി ഉണ്ടാകുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പരസ്യമായി അവഹേളിക്കുക. 4 മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ഇടയിൽ ഇട്ടിട്ട് ഇവനാണ് ഏറ്റവും മോശപ്പെട്ട ആൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്ക് പിന്നെ എന്തായിരിക്കും? ആ ഒരു അപകർഷതാബോധം മരിക്കുവോളം ഉണ്ടാകും. ഉപ്പയോട് ദേഷ്യമുണ്ടാകും. മരണപ്പെട്ടാൽ പോലും ഉപ്പക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു പക്ഷേ ആ മകനൊന്ന് കഴിഞ്ഞു കൊള്ളണം എന്നില്ല. അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ഒരിക്കലും ആ മക്കൾക്ക് ഒരു അവഹേളന നമ്മിൽ നിന്ന് ഏൽക്കാൻ പാടില്ല എന്നാണ്. മാത്രമല്ല മക്കളോട് എന്തെങ്കിലും ഒരു മുൻധാരണ വെച്ച് പെരുമാറുന്നുള്ളത് ഒരിക്കലും പാടില്ല. എൻ്റെ കുട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടു, ഇന്ന ആളുകൾ പറയുന്നത് കേട്ടു, സഹോദരങ്ങളെ എല്ലാം കൃത്യമായി കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. അത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു മുൻധാരണ വെച്ച് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടിയാണല്ലോ എന്നൊരു മുൻധാരണ വെച്ചാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ പിന്നെ ഒരു കാര്യവും ആ കുട്ടിനോട് പറയുമ്പോൾ നമ്മുടെ ശൈലി വ്യത്യസ്തമായിരിക്കും. ആ ചെയ്യുന്ന ഓരോ പ്രയോഗങ്ങൾ അത് കൃത്യമായ വ്യത്യസ്തമായിരിക്കും. ഏറ്റവും മോശമായിട്ടായിരിക്കും നമ്മൾ അവരോട് പെരുമാറുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഇനി വരുന്നൊരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല മക്കളാക്കാനുള്ള ഒരു സാഹചര്യമാണ് അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവരെ നല്ല മക്കളാക്കി വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല മക്കളാക്കി അവരെ നാളെ കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും മാറ്റി നൽകുമാറാകട്ടെ. ഏറ്റവും നമ്മെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കുന്ന, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണങ്ങളായി നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.